പിന്തുണച്ചവർ ഒന്നൊന്നായി കൈവിടുന്നു. വിരളി പിടിച്ച് ജോമോൻ പുത്തൻപുരയ്ക്കൽ. സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമാണെന്നും വൈദികരും കന്യാസ്ത്രീകളുമാണ് ആ കൊലപാതകം നടത്തിയതെന്നും സ്ഥാപിക്കാൻ 3 പതിറ്റാണ്ടുകളോളം അത്യാധ്വാനം കഴിച്ച ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്ന കപട സാമൂഹിക സ്നേഹിയുടെ മുഖം മൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചാനൽ ചർച്ചയിൽ അഴിഞ്ഞു വീണിരിക്കുന്നു. 1ാം പിണറായി മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ കാട്ടിക്കൂട്ടിയ ചട്ടവിരുദ്ധ നടപടികളിൽ വിവാദത്തിൽ മുങ്ങിയ KT ജലീൽ മാധ്യമങ്ങളുടെ മുൻപിൽ നടത്തിയ ന്യായീകരണത്തിന്റെ സകല വരട്ടുവാദങ്ങളും ഈ ദിവസങ്ങളിൽ തന്നെ പൊളിഞ്ഞടങ്ങുകയുണ്ടായി. അതിനാൽ അയാൾ ഇപ്പോൾ ഉത്തരമുട്ടിയവന്റെ ചമ്മിയ ചിരിയുമായി ഉൾവലിഞ്ഞിരിക്കുകയാണ്. നിഗൂഢ നീക്കങ്ങളിലൂടെ മാധ്യമം പത്രത്തെ നിരോധിച്ച് CPM-നെ പ്രീണിപ്പിച്ച് കൂടുതൽ സ്വാധീനമുറപ്പിക്കാൻ ജലീൽ നടത്തിയ തറക്കളികൾ ബൂമറാഗ് പോലെ ഇപ്പോൾ അയാൾക്കു നേരെ തിരിച്ചടിച്ചിരിക്കുകയാണ്. CPM നേതൃത്വവും മുഖ്യമന്ത്രിയും തള്ളിപ്പറഞ്ഞ ജലീലിന്റെ തരം താണ ഇടപാടുകളെ ന്യായീകരിക്കുവാൻ അയാളുടെ കയ്യാളുകളായ മലപ്പുറത്തെ ഒരു സ്വതന്ത്ര CPM-കാരൻ പോലും തയ്യാറാകാതിരുന്നപ്പോൾ അഭയ കേസിൽ സഭയ്ക്കെതിരെ കളിക്കാൻ പണ്ട് നടത്തിയെന്ന് പറയപ്പെടുന്ന ചില കൊടുക്കൽ വാങ്ങലുകളുടെ ഉപകാരസ്മരണ നിലനിർത്താനായിരിക്കണം ജലീൽ പുനരുദ്ധാരണ പാക്കേജിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അഖില ലോക പൊതുപ്രവർത്തകൻ എന്ന വ്യാജേന ചാനൽ ചർച്ചയിൽ രംഗപ്രവേശനം ചെയ്തത്. തനിക്കെതിരെ സ്വപ്ന സുരേഷ് ഉയർത്തിയ രാജ്യവിരുദ്ധ ആരോപണങ്ങളെ നിസ്സാരവൽക്കരിച്ച് എന്താ എന്നെ തൂക്കിക്കൊല്ലുമോ എങ്കിലൊന്ന് കാണട്ടെ എന്നൊക്കെ ജലീൽ തട്ടിമൂളിച്ചെങ്കിലും കാലത്തിന്റെ നാവായ സാമൂഹിക മാധ്യമങ്ങളും ചാനലുകളും സംഗതി ഏറ്റെടുത്തതോടെ കളി കാര്യമായി. കണിച്ചുകുളങ്ങര ചെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ കാലിൽ വീണ് ജലീൽ സങ്കടമുണർത്തിച്ചതിനെപ്പറ്റി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വേറെയാണെങ്കിലും അപ്പോൾ തൊട്ടടുത്ത് നിന്ന ജോമോൻ പുത്തൻപുരയ്ക്കൽ ജലീലിന്റെ സങ്കടം ഏറ്റെടുത്ത് ന്യായീകരണ ക്യാപ്സ്യൂളുമായി ചാനൽ ചർച്ചയിലെ ചർച്ചാപീഠത്തിലെത്തി. ജലീൽ പുനരുദ്ധാരണ വാദങ്ങളുടെ മൂടി പൊട്ടിച്ചതേ ജോമോൻ ഓർമ്മയുള്ളൂ. അവതാരകന്റെ സ്മാഷ് എത്തി. ജോമോൻ എയറിലേക്ക്. വസ്തുതകൾ കൃത്യമായി പഠിച്ച് ത്വാത്വികമായ വിശകലനങ്ങളോടെ ചർച്ചയിൽ നിറഞ്ഞാടുന്ന മറ്റ് സംവാദ പങ്കാളികളും ജോമോനെ എടുത്തിട്ട് കുടഞ്ഞു. അരിയെത്ര എന്ന് ചോദിച്ചപ്പോൾ പയറഞ്ഞാഴി എന്ന് പോലും പറയാൻ ത്രാണിയില്ലാത്ത ജോമോൻ പുത്തൻപുരയ്ക്കൽ എന്ന പുണ്യാത്മാവ് സംവാദ മുറിയിലിരുന്ന് കുഴഞ്ഞുരുളുന്നത് കണ്ട് കേരളം മുഴുവൻ ഊറിച്ചിരിച്ചു. സഭയെ സമ്മർദ്ദത്തിലാഴ്ത്താൻ അഭയ കേസിലെ പൊറാട്ട് നാടകങ്ങൾക്ക് കാലങ്ങളോളം കലവറയൊരുക്കി ജോമോനുമായി മച്ചാനും കളിച്ചവർ കളം മാറ്റി മർമ്മത്ത് ചവിട്ടി തന്നെ നിർവീര്യനാക്കുമെന്ന് ജോമോൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അഭയ കേസിൽ കഞ്ചാവടിച്ച് കിറങ്ങി നിന്ന കള്ളന്റെ മൊഴികളെ വിശ്വസിക്കാമെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയെങ്കിലും വിവേകത്തോടെ സംസാരിക്കുന്ന സ്വപ്നയുടെ മൊഴികൾക്ക് വിശ്വസനീയതയില്ലാത്തതെന്ത് എന്ന ചോദ്യം ജോമോന്റെ സപ്തനാഡികളും തകർത്തു കളഞ്ഞു. ജോമോന്റെ സത്യസന്ധതയെയും വിശ്വസനീയതയെയും പ്രത്യേക അഭിമുഖങ്ങളിലൂടെ പാടിപ്പുകഴ്ത്തിയ മലയാളത്തിലെ പല പ്രമുഖ ഓൺലൈൻ ന്യൂസ് ചാനലുകളും ചർച്ചയിൽ വിയർത്തൊഴുകിയ ജോമോന്റെ വിശ്വാസ്യതയിൽ സംശയമുയർത്തിക്കാട്ടി പ്രത്യേകം സ്റ്റോറികൾ തയ്യാറാക്കുകയും ചെയ്തു. അഭയ കേസുമായി ബന്ധപ്പെട്ട് 3 പതിറ്റാണ്ടുകളായി ജോമോൻ പുലമ്പുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങി മാധ്യമ വിചാരണ നടത്തിയവർക്ക് ഇപ്പോൾ തിരിച്ചറിവായി തുടങ്ങിയിരിക്കുന്നു. സഭയിലെ സന്യസ്തർക്കെതിരെ അവർ ഉറഞ്ഞു തുള്ളിയപ്പോൾ ഒരു കേവല ന്യൂനപക്ഷം പറഞ്ഞത് ശരിയായിരുന്നു എന്ന സൂചനകളാണ് ജാമ്യം നൽകിയ കോടതികളിൽ നിന്ന് വന്നത്. സിസ്റ്റർ അഭയയുടെ മാതാപിതാക്കൾക്കെതിരെ കേസ് നടത്തിയ ജോമോൻ അഭയയുടെ മാതാപിതാക്കൾക്ക് ചിലർ അയച്ചു കൊടുത്ത പണം പോലും കേസ് നടത്തുന്ന തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് വഞ്ചിച്ചതിനെ പോലും ന്യായീകരിക്കുന്ന ജോമോൻ അഭയയ്ക്ക് നീതി ലഭിക്കാനായിരുന്നോ ജീവിതം ഒഴിഞ്ഞുവെച്ചത് എന്ന സന്ദേഹമാണ് പൊതുജനങ്ങളിൽ നിന്നുയരുന്നത്. എന്താണ് അയാളുടെ യഥാർത്ഥ മോട്ടീവ്? അത് തികച്ചും ശുദ്ധമായിരുന്നോ എന്ന സംശയം ബലപ്പെടുകയാണ്. അടുത്ത ചില കാലങ്ങളായി കത്തോലിക്ക സഭയ്ക്കെതിരെ നടക്കുന്ന കേസുകളിലെല്ലാം ചില വർഗീയ ശക്തികളുടെ നിഗൂഢ സാന്നിധ്യമുണ്ടെന്ന് പലപ്പോഴായി പലരും പറഞ്ഞ സന്ദേഹങ്ങൾ
കൂടുതൽ ഉറപ്പിക്കുന്നതാണ് ജോമോന്റെ ഇപ്പോഴത്തെ ഉരുണ്ടുകളികൾ. തന്റെ കിതാബ് പ്രകാശന ചടങ്ങിൽ വെച്ച് ലോകായുക്ത ചെയർമാൻ ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ ജലീലും ജോമോനും കൈകോർത്ത് സൃഷ്ടിച്ച ഫോറൻസിക് ലാബ് സന്ദർശന വിവാദത്തിനും ഇതോടെ പുതിയ മാനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. സാക്ഷര കേരളമേ, കാത്തിരിക്കുക. കേരളത്തെയും കേരള സഭയെയും താറടിപ്പിക്കുവാനും നശിപ്പിക്കുവാനും കൈകോർത്ത മറ്റു ചില പകൽ മാന്യന്മാരുടെയും കഥകൾ വരും നാളുകളിൽ പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കാം. കാരണം സത്യത്തിനെന്നും മറഞ്ഞിരിക്കാൻ കഴിയില്ലല്ലോ.